നിങ്ങളിപ്പോ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലിയും മരടിലുള്ള വയലാട് മഹേന്ദ്രയ്ക്ക് നമ്മുടെ പുതിയ B6 വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയപ്പോ അവിടെ വെച്ചിട്ടുണ്ടായ ബാഡ് എക്സ്പീരിയൻസ് ആണ്. നമ്മളവിടെ പോയി കാർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കർട്ടൻ റൈസർ ഇല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിറ്റേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കർട്ടൻ റൈസർ വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. 31 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത്. വണ്ടിയിൽ നിന്ന് നോക്കിയപ്പോൾ മൊത്തം സ്ക്രാച്ച്. അപ്പൊ ഈ രണ്ട് കാര്യം നമ്മുടെ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനോട് നമ്മൾ പറഞ്ഞപ്പോൾ ബാക്കിത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് കർട്ടൻ റൈസറിൽ ഇട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരുമാതിരി വർത്താനം. അപ്പൊ നമ്മളും റേസ് ആയി, നമ്മൾ ഇത്രയും പൈസക്ക് വണ്ടി എടുക്കാൻ വന്നിട്ട് എന്തിനാ നമ്മൾ ഇവരുടെ വായിക്കുന്ന കേൾക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോടാ, അങ്ങനെ നമ്മൾ റേസായി. ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെ അവർ റേസായി. അവരൊരു 5 സെക്കൻഡിനുള്ളിൽ മൊത്തം ആൾക്കാർ നമ്മളെ അടിക്കുന്ന രീതിയിലാണ് വന്നത്. ആ ഗുണ്ടകളെ പോലെയാണ് അവർ പെരുമാറുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും ഒരു സർക്കിളില്, ബാക്കി അവർ ഫുള്ള് നമ്മളെ വളഞ്ഞിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാർ എടുക്കാൻ പോകുന്നതാണ്, നമ്മൾ ഇത്ര പൈസ കൊടുത്തൊരു കാർ എടുക്കാൻ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ലേ. എന്നിട്ട് അവര് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നമ്മള് പോലീസിനെ വിളിച്ചു, ഇങ്ങനെ ഇൻഫോം ചെയ്തു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഷോറൂംമാര് നമ്മളായിട്ട് റോങ് ആണെന്ന്. ആ സമയത്ത് മാനേജർ വന്ന് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഓൾമോസ്റ്റ് സ്ക്രാച്ചുകളൊക്കെ മാറ്റി തരാം, അഫാളുടെ മിസ്ബിഹേവിന് സോറി എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ, പിന്നെ മാനേജർ പറഞ്ഞു കർട്ടൻ റൈസർ നമ്മൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. കർട്ടൻ റൈസറൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് പോയപ്പോ വീണ്ടും ഇവന്മാര് നമ്മൾ പ്രൊവോക്ക് ചെയ്യുക, അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുക. ഒരുത്തൻ അതിൽ തുണി പൊക്കി കാണിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്ക് വിളിച്ച്. ഇങ്ങനെയാണ് ഒരു സ്റ്റാഫ്, ഇത്രയും ഒരു വലിയ കമ്പനിത്തെ സ്റ്റാഫ് വണ്ടി എടുക്കാൻ വന്നിട്ട് നമ്മളോട് പെരുമാറേണ്ടത്. നമ്മള് പൈസയും കൊടുക്കുന്നതാണ്, ഇവരെ വായിരിക്കുന്ന തെറിയും കേൾക്കണം. എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിലുള്ളത്. അതേപോലെ മാനേജ്മെന്റ് പക്ക ഫ്ലോപ്പാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടായി ഓൾറെഡി. രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, രണ്ടാമത്തെ പ്രശ്നം അവിടെ വരാനേ പാടില്ല. പക്ഷെ മാനേജർ പറയണൊന്നും ആരും കേൾക്കണില്ല, സ്റ്റാഫുകൾ കേൾക്കണില്ല. അല്ല നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടുപോയത്. പിന്നെ നമ്മൾ സ്ക്രാച്ച് ഒക്കെ ഓൾറെഡി മാറ്റി തരാന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കിത്തെ ലെഫ്റ്റ് സൈഡത്തെ ഡോറ് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല, പുറത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കംപ്ലൈന്റ് ആയി. അത് ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട്, മരട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മള് കൺസ്യൂമർ കോർട്ടിലും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത്. നമ്മളൊരു ലൈഫിലത്തെ ഒരു പ്രഷ്യസ് മൊമെന്റ് ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ ഒരു കാർ എടുക്കുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മൾ ഇൻസൾട്ട് ചെയ്ത് വിടുക ചെയ്തവര്. അതാണ് നിങ്ങൾ സൂക്ഷിക്കുക. വയലാട് മഹേന്ദ്ര മരടിക്ക് പോകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക.